3 നേരം മിഷ്ടാനം കഴിക്കുന്നതുകൊണ്ടാണ് എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര അതൊക്കെ പറയാൻ പറ്റുന്നത് അല്ലേ? അതുപോലെ ഫാം കൊണ്ട് നടക്കുന്നവൻ കൃത്യമായി കൊണ്ട് നടക്കുന്നതുകൊണ്ടാണോ രാവിലെ സ്ട്രോങ് വേണോ ലൈറ്റ് വേണോ എന്നൊക്കെ ചോദിക്കുന്നത്? ഇവരാരും പണിയെടുത്തിട്ടില്ല എങ്കിൽ നമുക്ക് ഈ യോഗേശ്വര കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നേ വേണം. ആണല്ലോ ഭാഗവതത്തിലൊരു ഭാഗത്തില് കൃഷ്ണൻ വിപ്രപത്നി മോക്ഷം എന്നുള്ളൊരു ഭാഗമുണ്ട്. അപ്പൊ അതില് കൃഷ്ണൻ ഗോപന്മാരെ പറഞ്ഞയക്കുകയാണ്. വിശപ്പ്, വളരെ വലിയ വിശപ്പൊക്കെ അങ്ങനെ അഭിനയിച്ചിട്ട്, ഓ ഗോപന്മാരെ വിശക്കണോ? ഈ ഗോപന്മാരെ പറഞ്ഞയച്ചു വിപ്രന്മാരെടുത്ത്. വിപ്രന്മാരെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണര്. അവര് വലിയ ഹോമം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓം ഇന്ദ്രായ സ്വാഹ ഓം അതായ സ്വാഹ എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ആ യാഗം നടക്കുന്ന സമയത്ത് പറഞ്ഞു കൃഷ്ണനും ബലരാമസ്വാമിയും വന്നിട്ടുണ്ട്, അവർക്ക് നല്ല വിശപ്പുണ്ട്, പല ആഹാരമൊക്കെ കിട്ടും. അവരാട്ടി അവര് പറഞ്ഞു ഈ ഹോമം നടക്കുന്നിടത്ത് നിങ്ങൾക്ക് ആഹാരം വന്നില്ല, ഹോമം ഡിസ്റ്റർബ് ചെയ്ത് ഞങ്ങളുടെ മന്ത്രം ഒന്ന് ഡിസ്റ്റർബ് ചെയ്തു. കുറെ ചീത്ത വിളിച്ചു. ഈ പാവങ്ങളൊക്കെ തിരിച്ചു വന്ന് കൃഷ്ണനോട് പറഞ്ഞു ഒരു രക്ഷയില്ല, ഒന്നും കിട്ടാൻ പോണില്ല, അവരൊക്കെ സ്വാഹ സ്വാഹ എന്ന് പറഞ്ഞ് അഗ്നിയിലേക്ക്. കൃഷ്ണൻ പറഞ്ഞു വേണ്ട, ഒരു കാര്യം ചെയ്ത് നിങ്ങൾ അവരുടെ ഭാര്യമാരെടുത്തു, അമ്മമാരെടുത്തു. ഇതിന് പറയാം കൃഷ്ണനും ബലരാമനും വളരെ വിശന്നു വന്നിരിക്കുകയാണ്, ഞങ്ങൾക്കൊക്കെ വിശപ്പുണ്ട്. ആ അമ്മമാരുടെ ഹൃദയം നൽകി. ഇവര് പോയി അവിടെ ചെന്ന് പറഞ്ഞതും ഈ വിപ്രപത്നിമാര് ഭർത്താക്കന്മാര് ഹോമം കഴിഞ്ഞാൽ വന്നാൽ കഴിക്കാനുള്ള ഭക്ഷണമായിട്ട് നേരെ കൃഷ്ണന്റെ അടുത്തേക്ക് കൊണ്ടു. ഈ ബ്രാഹ്മണർ അവിടെ ഇരുന്ന് യാഗം ചെയ്യുന്ന സമയത്ത് കാണുന്നത് ഈ ഭാര്യമാരൊക്കെ സാധനം കൊണ്ട് കൊടുക്കുന്നതാണ്. അവര് ഹോമം നിർത്തി, കാര്യം ഇത് കഴിഞ്ഞിട്ട് കഴിക്കാനുള്ള സാധനം പോണത്. അതുവരെ സ്വാഹ പറഞ്ഞവര് പിന്നെ ഒക്കെ നിർത്തി. പിന്നെ അവരൊക്കെ ഓടുകയാണ് ഭാര്യമാരുടെ പിന്നാലെ. അങ്ങനെ കൃഷ്ണൻ ഇവര് കണ്ട് ചിരിക്കിയത്. കാരണം ഇതുവരെ ഹോമത്തിൽ ശ്രദ്ധിച്ചവരുടെ ശ്രദ്ധ മാറി. കാരണം ഹോമം കഴിഞ്ഞാൽ കഴിക്കാനുള്ള സാധനം പോകുന്നത്. അപ്പൊ ഇതിനെ ഏറ്റവും വാല്യൂ നോക്കണമെന്ന്. അത് കഴിഞ്ഞ് പിന്നെ അവര് കൃഷ്ണന് സാധനങ്ങൾ കൊടുത്തു നോക്കും. അപ്പൊ കൃഷ്ണൻ നോക്കും എക്സസ് സാധന വന്നിരിക്കുന്നത്. എല്ലാവരും ഇതാ ഇത് കഴിക്കണം, അത് കഴിക്കണം, ഇത് കഴിക്കണം. ഉടനെ കൃഷ്ണൻ പറയാണ് ഈ ഭക്തി ഉണ്ടല്ലോ, അതായത് മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നുള്ളൊരു ഭക്തി, ആ ഭക്തി അവരെ എന്നും നമ്മൾ അമ്മമാരെ ബഹുമാനിക്കണം, ആദരിക്കണം. കാരണം അങ്ങനെ ആദരിക്കുന്നതുകൊണ്ടാണ് അവര് നമുക്കും തരുന്നത്. കാരണം മനുഷ്യന് വേണ്ടുന്ന ആ സ്നേഹം, മനുഷ്യന് വേണ്ടുന്ന അറ്റൻഷൻ, മനസ്സിലായില്ലേ? പോയൊരു വാക്കേ ഉള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ സുപ്രീം കോടതി ജഡ്ജിനെ ബഹുമാനിച്ചില്ലെങ്കിൽ വേണ്ടില്ല, നിങ്ങളുടെ ഗാർബേജ് പെറുക്കുന്നവനെ ഒന്ന് കൈകുപ്പി ഒന്ന് കൈസേ ബായ് എന്ന് ചോദിച്ചാൽ തന്നെ അവന്റെ വീട്ടില് അവനൊരു വെറുതെ ഒരു സമാധാനം. വെറുതെ ഞാൻ ഒരിക്കലും ഒരു ഗാർബേജ് എടുക്കുന്നതിന് ഭഗവാൻ കൈസേ, അവൻ നിന്ന് കണ്ണൊക്കെ നിറച്ചിട്ട് വന്നു മേതു ഭഗവാൻ നെയ്യാണ്. ഓ അവര് ആ മനസ്സ് നോക്കണം. അവനെ ഭഗവാൻ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ ആകെ പ്രശ്നമായി. അവനെ ഞാൻ ആരും ഇങ്ങനെ വിളിക്കില്ല ഒരു പക്ഷെ. ആ തരത്തിൽ മനുഷ്യനെ സംബന്ധിച്ച് എപ്പോഴും ഓർക്കണം, നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമാണ്. ആ ഈഗോ പൊങ്ങി വരുമ്പോഴൊക്കെ ഓർമ്മിപ്പിക്കുക, ഹാമർ ചെയ്തിട്ട് അടിച്ചിട്ട് പറയുക യു ആർ എ പാർട്ട് നോട്ട് ഹോൾ, യു ആർ എ പാർട്ട് ഹോൾ. പൊങ്ങണ്ട, മനസ്സിലാവുണ്ടല്ലോ, നീ ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. അതുകൊണ്ട് വലിയ ഒരു ഈഗോ കാണിക്കേണ്ട കാര്യമില്ല. ആ ഹ്യൂമിലിറ്റി മനുഷ്യനുണ്ടായാൽ ഡ്രോപ്പ് യുവർ ഈഗോ. എന്താണ്? ബി എ പാർട്ട് ഓഫ് എവറിത്തിങ്. എല്ലാത്തിന്റെയും ഒരു പാർട്ടായിട്ട് മാറും. അങ്ങനെ മനുഷ്യൻ ആ ഈഗോ വിട്ടാൽ തന്നെ മനുഷ്യന്റെ പകുതി സമാധാനം അവിടെ വരിക. ഇനി അടുത്തത് ധൃത്യുത്സാഹസമന്വിത. എപ്പോഴും എങ്ങനെ ഇരിക്കണം? നമ്മളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മറ്റുള്ളവർക്ക് പോലും ഒരു ഉത്സാഹം വരണം. മനസ്സിലായില്ലേ? ധൃത്യുത്സാഹസമന്വിത. ചിലരെ കണ്ടു കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ തോന്നും, ചിലരെ കണ്ടു കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ തോന്നും. രാവിലെ തന്നെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പോലും ഒരു വർക്ക് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവണം ഏത് മേഖലയിൽ. അപ്പൊ അങ്ങനെ നമ്മൾ രാവിലെ മുതൽ ഒരു എനർജറ്റിക് ആയിട്ട് ജീവിക്കാൻ തയ്യാറാണ്. ഒരു ഡള്ളായിട്ട് ജീവിക്കാൻ നോക്കൂ. നിങ്ങളോട് ഞാൻ പറയുന്ന ഫിലോസഫിയല്ല, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു. രാവിലെ ഒരു കൃത്യസമയത്ത് എണീറ്റ് നിങ്ങൾ എനർജറ്റിക് ആയിട്ട് വെച്ചാൽ മരിക്കുന്നത് വരെ നിങ്ങൾ എനർജറ്റിക് ആണ്. രാവിലെ മുതൽ നിങ്ങൾ ഇത്തിരി ഡള്ളായാൽ ആ ഡേ മുഴുവൻ ഡള്ളായി. അതാണ് ഇപ്പോഴത്തെ കുട്ടികളൊന്നും മനസ്സിലാക്കാത്തത്. അവര് ഒരു സമയം കിട്ടിയ രാവിലെ ടൂ മച്ച് കടന്നുറങ്ങി ഒരു ഇൻഡിസിപ്ലിൻഡ് ആയി ജീവിച്ച്, വർക്കിംഗ് ഡേ ആണെങ്കിൽ രാവിലെ ഫോഴ്സ്ഫുള്ളി എണീറ്റ് അലാം വെച്ച് എണീറ്റ് അവരിഷ്ടമില്ലാതെ ബാത്റൂമിൽ പോയി കുളിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ഡ്രസ് ഇട്ട് ഫോഴ്സ്ഫുള്ളി വർക്ക് ചെയ്ത് സാറ്റർഡേ സൺഡേ കംപ്ലീറ്റ് അങ്ങോട്ട് എന്താ പറയാ ഇൻജോയ് ചെയ്ത് എക്സോസ്റ്റ് ചെയ്ത്
ഈ ജീവിതം തൽക്കാലമൊക്കെ ഹാപ്പിനെസ് ആവും, പക്ഷെ പിന്നീട് അത് ഹെൽത്ത് ഇഷ്യൂസും മെന്റൽ ഇഷ്യൂസും. അപ്പൊ നമ്മൾ മരിക്കുന്നത് വരെ എങ്ങനെ ജീവിക്കണം? അപ്പൊ അതിനാണ് നമുക്ക് യോഗ, പ്രാണായാമം, ഓങ്കാരം ഇങ്ങനെയൊക്കെ ഒരു ചിട്ട വെച്ച് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മരിക്കുന്നത് വരെ സമയം പോകുന്നത് പോലും അറിയില്ല. സത്യത്തിൽ ലൈഫ് അത്ര എൻജോയ്മെന്റ്. സമയം പോകുന്നത് പോലും അറിയാത്ത വിധത്തിൽ മെന്റലി നമ്മൾ വളരെ എനർജറ്റിക് ആയിരുന്നാൽ നമ്മുടെ കൂടെയുള്ളവരും എനർജറ്റിക് ആവും. മനസ്സിലായില്ലേ? ഒരാൾക്ക് എങ്ങനെയാണ് എനർജി കൊടുക്കുക ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എനർജറ്റിക് ആണെങ്കിൽ മറ്റുള്ളവരെ എനർജറ്റിക് ആണ്, നമ്മൾ വീക്കാണെങ്കിൽ മറ്റുള്ളവരും വീക്കാണ്. ആണല്ലോ? നമ്മളൊരു വളരെ, നിങ്ങൾ സ്വന്തം ജീവിതത്തിൽ എടുത്തു നോക്കൂ, നിങ്ങൾ വളരെ എനർജറ്റിക് ആയിട്ട് ആരോടെങ്കിലും ഇന്ററാക്ട് ചെയ്തില്ലെങ്കിൽ അവർക്കൊരു എനർജി ഫീൽ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ വളരെ ഡള്ളായിട്ട് ഒരാളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും ആ ഡൾനെസ് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ ഡേ വളരെ, നോക്കൂ, രാമനോട് വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, ഉത്തിഷ്ഠ 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 ഗരുഡധ്വജ. ആ ഉത്തിഷ്ഠ എന്ന് പറയുമ്പോഴല്ലോ ഒരു എനർജി പാസ് ചെയ്യാണ്. രാമ, എണീറ്റാലും. എന്നിട്ട് എന്താ പറയുന്നത്? എന്താ ചെയ്യേണ്ടത്? ഉത്തിഷ്ഠ കമലാകാന്ത ത്രൈലോക്യം മംഗളം കുരുന്നാണ്. ഈ ത്രൈലോക്യത്തിന് മുഴുവൻ മംഗളം കൊടുക്കും. ആ ധൃത്യുത്സാഹ സമന്വിത. ഈ വാക്ക് മറക്കരുത്. മരിക്കുന്നത് വരെ എന്റെ ജീവിതം എങ്ങനെയായിരിക്കണം? ധൃത്യുത്സാഹം. ധൃതി എന്ന വാക്കിനർത്ഥം ഡിറ്റർമിനേഷൻ. ഉത്സാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉത്സാഹം എന്ന് പറഞ്ഞാൽ എനർജി, ഉത്സാഹമുള്ള ജീവിതം, എനർജറ്റിക് ആയൊരു ജീവിതം. അപ്പൊ ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിലേ അങ്ങനെ ജീവിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് സ്പിരിച്വൽ ലൈഫിന് എപ്പോഴും ഒരു ഡിസിപ്ലിൻ നമുക്ക് വളരെ ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ 3 കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാണ്? മുക്തസംഗ, അനഹംവാദി, ധൃത്യുത്സാഹ സമന്വിത. ഇനി സിദ്ധ്യോ സമോഭൂത. ഇത് 2, 3 ഉണ്ടെങ്കിൽ 4ാമത്തെ നാച്ചുറലി വരും. ഏത്? സിദ്ധ്യോ. സിദ്ധി അസിദ്ധി എന്ന് പറഞ്ഞാൽ അർത്ഥം ഫേവറബിൾ ആൻഡ് അൺഫേവറബിൾ. നാച്ചുറലി നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്നത്തെ കാലാവസ്ഥയാവില്ല നാളത്തെ കാലാവസ്ഥ. ഈ സിദ്ധി എന്നുള്ളത് പഠിക്കാൻ ബാംഗ്ലൂരിൽ മാത്രം വന്നാൽ മതി. കാരണം ഇന്ന് കാണുന്ന കാലാവസ്ഥയാവില്ല നാളെ കാണുന്നത്. രാവിലെ തന്നെ മഴയായിരിക്കും, കുറച്ച് കഴിഞ്ഞാൽ ഒരു മഴ ഉണ്ടാവില്ല. അതിൻ്റെ ഇടയ്ക്ക് സൂര്യൻ വന്നു നോക്കുമ്പോൾ എല്ലാവരും എണീറ്റിട്ടുണ്ടോ? അത് കഴിഞ്ഞാൽ എല്ലാം എണീറ്റിട്ടുണ്ടത് കണ്ട സൂര്യൻ വീണ്ടും പോയി. അങ്ങനെ ഒരു ക്ലൈമറ്റ് ആണ്, അൺപ്രഡിക്റ്റബിൾ ക്ലൈമറ്റ് ആണ്. എന്നതുപോലെ ജീവിതത്തിലും ഫേവറബിളും അൺഫേവറബിളും എപ്പോഴും ഉണ്ടായിരിക്കും. എന്നും നമ്മൾ നല്ലതെങ്കിലും പ്രതീക്ഷിക്കാം. ഒരു പ്രായമായാൽ ഫേവറബിൾ ആവില്ല, കുറച്ചൊക്കെ അൺഫേവറബിൾ ആയിരിക്കും. കാരണം വെച്ചാൽ പണ്ടത്തെ പോലെ ഡൈജഷൻ സിസ്റ്റം വർക്ക് ചെയ്യില്ല. എന്ന് മാത്രമല്ല, പണ്ടുള്ളവരൊക്കെ റെസ്പെക്ട് ചെയ്തവരൊക്കെ ഇത്തിരി കുറയും. കാരണം പ്രായമായില്ലേ, പിന്നെ നമ്മളെ വലിയൊരു ആവശ്യമൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ വാഹനത്തിന്റെ ലൈസൻസ് എല്ലാം എക്സ്പയർ ചെയ്തുകൊണ്ട് ഇപ്പം പഴയതുപോലെ ആരും മൈൻഡ് ചെയ്യില്ല, ഓൾഡ് മോഡലായിട്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷെ മെന്റലി നമ്മൾ വളരെ ഖുഷിയായിട്ട് അങ്ങനെ ജീവിച്ചാൽ സിദ്ധ്യോ സമോഭൂത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കലും ഒരു തരത്തിലും മെന്റലി ഡോണ്ട് ക്യാരി അവേ യുവർ പ്രോബ്ലംസ്. ഇത് നാട്ടുകാർക്ക് ഒരിക്കലും സപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഈ വിഷമം വന്നു കഴിഞ്ഞാലോ, ഈ കേട്ടു നീ എന്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ ചൊറിഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. സ്വയം ചൊറിയാനും പോണ്ട, മറ്റുള്ളവരെ ചൊറിയാനും പോണ്ട. അവനവന്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഇഗ്നോർ ചെയ്യുക. അത് മറ്റുള്ളവരോട് കഴിയുന്നത്ര പറയാതിരുന്ന് നോക്കൂ. മറ്റുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുണ്ടാകും. മനസ്സിലായില്ലേ? എപ്പോഴും ഈ ചൊറിഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ വെറ്റിനറി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. കാരണം വെറ്റിനറി ഡോക്ടറുടെ പേഷ്യന്റ് മാത്രമാണ് ഒരു കംപ്ലൈന്റ് ഇല്ലാത്ത പേഷ്യന്റ്. ഇതുവരെ ഏതെങ്കിലും ഒരു വെറ്റിനറി ഡോക്ടറുടെ പേഷ്യന്റ് പറഞ്ഞിട്ട് വയറുവേദന, മുട്ടുവേദന, തലവേദന ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അവർക്ക് ഏത് മരുന്നും കൊടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുള്ളത്. കാരണം പേഷ്യന്റ് ഇതുവരെ കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞ പോലെ നമ്മളെങ്ങനെ ഒരു കംപ്ലൈന്റ് ബോക്സ് ആവേണ്ട യാതൊരു കാര്യമില്ല. ജീവിതം എൻജോയ് ചെയ്യുക, അതാണ് ലൈഫ്. ഇപ്രകാരം ജീവിക്കുന്ന ഒരു കർത്താ സാത്വികമുച്യതേ. ആരായിരിക്കും? അപ്പൊ അവരുടെ ഫോക്കസ് വർക്കിലാണ്. അവരെല്ലാറ്റിനോടും ഗ്രൗണ്ട് ടു എർത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിവുള്ളവരാണ്. ഏത് ഫേവറബിളും അൺഫേവറബിളും ഒരു സ്റ്റഡി മൈൻഡോടുകൂടി കാണാൻ കഴിയുന്ന ആ ആറ്റിറ്റ്യൂഡ് ഉള്ളവര് കുറെ കൂടി സൈക്കോളജിക്കലി
ഹൈലി ആ ലെവലിലേക്കാണ് കൃഷ്ണൻ നമ്മൾ ഉയർത്തുന്നത്. ഏത് ലെവലിലേക്ക്? ഈ 3 കാര്യങ്ങളെ. ഒന്നാമത്തെ ഏതായിരുന്നു പറഞ്ഞത്? ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം. മറ്റതൊക്കെ നിങ്ങൾ വിട്ടാലും ഈ കാര്യം ഓർത്ത് വെക്കണം. ഏതൊക്കെയാണ്? മുക്തസംഗ, അനഹംവാദി, ധൃത്യുത്സാഹ സമന്വിത, സിദ്ധ്യോ സമൂഹം. ഇത് നമ്മളൊരു വിഷൻ ആക്കി വെക്കുക. ഞാൻ ഇത് അച്ചീവ് ചെയ്യും. ഏത് അച്ചീവ് ചെയ്യും? ഈ 4 അച്ചീവ് ചെയ്യും. അതിന് ഞാനൊന്ന് ട്രൈ ചെയ്തു. ഈ 4 എന്റെ ജീവിതത്തിൽ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് ആര്? സാത്വിക കർത്ത. ഇനി അടുത്തത് നമ്മുടെയൊക്കെ ലെവലിലേക്ക് കൃഷ്ണൻ വരികയാണ്. നമ്മളെ ലെവൽ കാണണമല്ലോ. നിങ്ങളെ കുറിച്ചല്ലോ പറഞ്ഞത്, ഞാൻ എന്നെ കുറിച്ചാണ് പറയുന്നത്. ഒരു പേഴ്സണൽ ആയിട്ട്. രാഗീ കർമ്മഫല പ്രേപ്സു ലുപ്തോ ഹിംസാത്മകോ ശുചീ ഹർഷശോകാന്വിത കർത്ത രാജസ പരികീർത്തിത. ഈ ദ്വീപിനെ കാണണമെങ്കിൽ ബാംഗ്ലൂർ മാത്രമാണ്. ഇപ്പോഴത്തെ പ്രൊഫഷണൽ വേൾഡിനെയാണ് ഈ രാഗി എന്ന് പറയുന്നത്. രാഗി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കർണാടക ഞാൻ പറയാൻ കാര്യം ഇവിടെ റാഗി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഈ രാഗികള് അല്ലേ, ഈ റാഗികളല്ല, രാജസ പരികീർത്തിത. ഇവരാരാണ്? രാജസ എന്ന് പറഞ്ഞാല് നീ എഴുതി വെക്കരുത് കേട്ടോ. രാഗി കഴിക്കുന്നവരാണ് രാജസന്മാര്. ഞാനൊക്കെ ഒരു വായി തോന്നി ഇത് വിളിച്ചു പറയണം. ഇതൊന്നും പൊട്ടത്തിൽ എഴുതി വെക്കരുത്. പണ്ടൊരു അമ്മ ഇതുപോലെയൊക്കെ എഴുതി വെച്ചിട്ട് ഭർത്താവ് ചോദിച്ചു, എന്താ ഇത് എഴുതി വെച്ചിരിക്കുന്നത്? ഓരോന്നും നമ്മളിങ്ങനെ തമാശ അടിച്ച് പോകുമ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ എഴുതില്ലെന്ന് എനിക്കറിയാം, എന്നാലും ആരെങ്കിലും രാഗി കഴിക്കുന്നവളാണ് രാജസം. അപ്പോ രാജസം പരിഗണന ആരൊക്കെയാണ്? രാഗി പറഞ്ഞാൽ രാഗി കിട്ടിയവരല്ലാതെ. ആരെ രാഗി പറഞ്ഞാൽ? അതായത് ഓവർ ഒരു വർക്കൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് എക്സൈറ്റഡ് ആണ്. എന്താണ്? ഒരുപാട് എക്സൈറ്റഡ്. അതിന്റെ എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിനോടുള്ള താല്പര്യമില്ല. ഞാൻ ചെയ്യുന്നു എന്നുള്ള ഒരു ഭാവത്തില്, അങ്ങനെ ഒരു ഭാവത്തില് അവരുടെ ഫോക്കസ് മുഴുവൻ എന്റെ യൂണിഫോം ഒക്കെയാണോ, ഞാൻ ചെയ്യുന്നത് ഒക്കെയാണോ, ഇതൊക്കെയാണ് അവരുടെ ശ്രദ്ധ. അവരുടെ ഒരു എക്സ്പ്രഷൻസ്. രാഗി കർമ്മഫലേത്സുന. എപ്പോഴും വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ഏത് കിട്ടുമ്പോഴാണ്? അതായത് ഇയർലി പാക്കേജ് ഓക്കെ ആണെങ്കിൽ ആ വർക്ക് നന്നായി ചെയ്യും. ഇനി ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ വേറെ ഏതെങ്കിലും പാക്കേജ് കിട്ടാൻ പറ്റുമോ എന്നുള്ളത് അവരങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതാണല്ലോ മൂൺ ലൈറ്റിങ്ങും സൺലൈറ്റിങ്ങും ഒക്കെ ഉള്ളത്. അപ്പൊ പല ആളുകൾക്കും പലതരത്തിലും എപ്പോഴും അവര് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഏത് കമ്പനി വർക്ക് ചെയ്യുന്നു, പാക്കേജ് എത്രയാണ്. അപ്പൊ ആ പാക്കേജ് വേറെ എവിടെയെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ ഇവർ അവിടെ നിന്ന് ആ സമയത്ത് ഇവര് മുങ്ങാൻ തയ്യാറാണ്. മനുഷ്യന്റെ അവസ്ഥ ഇതാണ്. അപ്പൊ എപ്പോഴും അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നത്, കാരണം മന്ത്ലി ഒരുപാട് ഇൻസ്റ്റാൾമെന്റ് കൊടുക്കണം, EMI കൊടുക്കണം. ശരിയാണ്. ഇതെല്ലാം കൂടി കണക്കൂട്ടി വരുമ്പോഴേക്കും ആമസോണിന് കുറെ കൊടുക്കണം, പിന്നെ സൊമാറ്റോന് കൊടുക്കണം, പിന്നെ അവർക്ക് കൊടുക്കണം, ഇവർക്ക് ഓലയ്ക്ക് കൊടുക്കണം, പിന്നെ വേറെ ഇതൊക്കെ കൊടുക്കാൻ എനിക്ക് അറിയില്ല. ഇങ്ങനെ കുറെ സാധനത്തിനൊക്കെ കൊടുത്ത് ഇതിനെല്ലാം കൊടുത്തു വരുമ്പോഴേക്കും പിന്നെ അപ്പൊ അതൊക്കെ കണക്കൂട്ടിയിട്ട് വേണം ജീവിക്കാൻ. കർമ്മഫലേത്സു ലുബ്ധോ. എന്നാലോ വേണ്ട കാര്യത്തിൽ, വേണ്ടാത്തതിന് ലാവിഷാണ്. വേണ്ടതിന് നിങ്ങൾ നോക്കപ്പെടുത്ത പിള്ളേരോട് അമ്മൂമ്മമാരിക്കും, മോനെ ഒരു 50 രൂപ എനിക്ക് അമ്പലത്തിൽ പോകണം, വേറെ വല്ലതിനൊക്കെ അവർ ചെലവാക്കും. അപ്പൊ ആവശ്യം, ഞാൻ എന്ത് പറഞ്ഞത്, അമ്പലത്തിൽ ചെലവാക്കണം എന്നല്ല പറഞ്ഞത്. അത് വേണ്ടതിനൊന്നും ഒരു ശ്രദ്ധ, പൈസ ചെലവാക്കാതെ, ബാക്കിയില്ല അതിനൊക്കെ അനാവശ്യമായി കണ്ടമാനം ലാവിഷായി ചെലവഴിച്ച്. ഹിംസാത്മകോ, എപ്പോഴും സ്വയം ഹിംസിച്ചെന്ന് വെച്ചാൽ കുളിക്കില്ല, മര്യാദയ്ക്ക് ശ്രദ്ധയില്ല, എന്നാൽ മറ്റുള്ളവരെയും വളരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ, മറ്റുള്ളവരെ എപ്പോഴും വളരെ ഹാഷായിട്ടൊക്കെ സംസാരിക്കുന്ന അങ്ങനെയുള്ള അശുചി, മെന്റലി ഫിസിക്കലി ശുചിയില്ലാത്ത ആള്. അപ്പൊ അവരുടെ നേച്ചർ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഏറെക്കുറെ ബാംഗ്ലൂർ ഉണ്ടോ അങ്ങനത്തെ വർഗ്ഗങ്ങൾ? ബാംഗ്ലൂരില്ല സ്വാമി, ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോ ഈ തരത്തിലുള്ള കുറെ എണ്ണം, അതായത് ഓവർ എക്സൈറ്റഡ് ആയിട്ടും
എപ്പോഴും ഈ ഫിനാൻസും അതിനെക്കുറിച്ചുള്ള ചിന്ത, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, അത് ഇത്, പിന്നെ വേണ്ടതിന് ചെലവഴിക്കാത്ത, എപ്പോഴും മറ്റുള്ളവർ ഹാർഷായിട്ട് പെരുമാറുന്ന, പിന്നെ ഒരു തരത്തിലും ശുചിത്വമില്ലാത്ത, ഹർഷശോക സമന്വിത, വല്ലതും കിട്ടിയാൽ വല്ലതും ആരെങ്കിലും പറഞ്ഞു വല്ലതും നഷ്ടപ്പെട്ടാൽ ഇരുന്ന് മൂന്നു. ഈ രീതിയിലൊക്കെ ഉള്ള ഹൈ തരത്തിലുള്ള ടെമ്പറുമായി നടക്കുന്ന ഭയങ്കര മൂടാണ് അവർക്ക്. ഇന്നത്തെ മൂടാവില്ല, നാളത്തെ മൂഡ്. ബാംഗ്ലൂരിനേക്കാളും വ്യത്യാസമാണ്. ബാംഗ്ലൂരിൽ നമുക്കൊരു സെമി വ്യത്യാസമുണ്ട്. ഇതെല്ലാം എക്സ്ട്രീമാണ്. ഈ തരത്തിൽ ജീവിക്കുന്ന ആളുകളെയാണ് എന്ത് പറയാ, രാജസപരികീർത്തിത. എക്സാക്ട്ലി നോക്കൂ നിങ്ങൾ, ഇതൊക്കെ സ്കാനിങ് റിപ്പോർട്ട് എടുത്ത് ഓരോ വീട്ടിലേക്ക് അയച്ചു നോക്കും, എല്ലാം ടിക്ക് അടിച്ചിട്ട് വരും. കാര്യം ഈ റിപ്പോർട്ട് പ്രകാരമാണ് ഭൂരിപക്ഷ ആളുകളും ജീവിക്കുന്നത്. ആണോ? ഇതാണ് ഇന്നത്തെ ഒരു അവസ്ഥ. ഇനി മൂന്നാമത്തെ, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ എഴുതുന്നില്ല, അല്ല പറയുന്നില്ല, കാരണം നമുക്ക് എത്തേണ്ടതാണ് ഇത് പറയാനല്ല നമ്മൾ ഇരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഒരു ആവറേജ് കുറെ ആൾക്കാർ ഇപ്പൊ ഈ ഒരു ലെവലിലുള്ള, ഇപ്പൊ നിങ്ങളുടെ സ്കാനിങ് റിപ്പോർട്ടാണ് തന്നിരിക്കുന്നത്. ഇനി അതിലും മോശം റിപ്പോർട്ട് വേറെ ഉണ്ട്, അത് വെയിറ്റ് ചെയ്യണം. ഏതായാലും നമുക്ക് ഏതാ വേണ്ടത്? മുക്തസംഗോ, അനഹംവാദി, ദൃത്യുത്സാഹ. ആ വാക്കുകൾ മറക്കരുത്, അത് തലയിൽ ഉറപ്പിക്കണം. ഇതാണ് എനിക്ക് അച്ചീവ് ചെയ്യേണ്ടത്. ഏത്? മുക്തസംഗോ, അനഹംവാദി, ദൃത്യുത്സാഹ സമന്വിത, സിദ്ധ്യോ നിർവികാര. അതാണ് എനിക്ക് അച്ചീവ് ചെയ്യാൻ. ഇതെല്ലാം ഇപ്പോഴത്തെ എന്റെ ബയോഡാറ്റയാണ്, അല്ലെങ്കിൽ എന്റെ ഇപ്പോഴത്തെ CV ആണ് ഇപ്പം വായിച്ചത്. ഇനി അടുത്തതാണ് കൃഷ്ണൻ പറയുന്ന, ഇനി കുറച്ചുകൂടി നല്ല ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ആൾക്കാർ. അതാരാണ്? അയുക്ത പ്രാകൃത സ്തബ്ധ ഷഡോ നൈകൃതി ഗോലസ വിഷാദീ ദീർഘസൂത്രീ ച കർത്താ താമസ ഉച്യതേ. കർത്താ താമസ ഉച്യതേ. ഇങ്ങനെ കർത്ത, ഈ പ്രവൃത്തി ചെയ്യുന്നവരൊക്കെ ഏതാണ്? താമസ കർത്ത. താമസം എന്ന് പറഞ്ഞാൽ താമസിച്ച് വരുന്ന കർത്താക്കളാണോ? അല്ല, ഇവര് വളരെ നമ്പർ 1 ലേസി പീപ്പിൾ, ലഥാർജിക് പീപ്പിൾ, താമസന്മാർ. എന്തൊക്കെയാണ്? അയുക്ത. അയുക്ത എന്ന് പറഞ്ഞാൽ ഒന്നും ഒരു വേണ്ട പോലെ മനസ്സിലാക്കി ചെയ്യില്ല. മനസ്സിലാക്കി ചെയ്യാനുള്ള പേഷ്യൻസ് അവർക്ക് ഇല്ല. ഒന്നും പറഞ്ഞ കേൾക്കില്ല. അങ്ങനെ പറഞ്ഞ് കേൾക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്തൊപ്പിക്കും. മനസ്സിലായില്ല? ഒരു വൃത്തിയായിട്ട് ചെയ്യണം എന്ന് ഇല്ല. അലസമായിട്ട് പണിയെടുക്കുന്ന കുറെ ആളുകൾ എങ്ങനെയെങ്കിലും ആ പണി, ഈ ടീം മുഴുവൻ, ഇവരൊക്കെ നിങ്ങൾക്ക് ഡൽഹിയിലും കാണാം, കുറെ സെക്രട്ടേറിയറ്റിലും കാണാം. ഈ ഇവരൊക്കെയാണ് പിൽക്കാലത്ത് ഡൽഹിയിൽ നിങ്ങൾ പോയി നോക്കുക. ആ സെക്രട്ടേറിയറ്റിന് അവിടെ പാർലമെന്റ് ചുറ്റും ഒരുപാട് മരങ്ങളുണ്ട്. പണ്ടുണ്ടായ സെക്രട്ടറി അവിടെ ജോലി ചെയ്ത ജോലിക്കാരാണ്. അവർ എവല്യൂഷന്റെ മരങ്ങളായി തീർന്നു മാത്രം. കാരണം അത്ര ലതാർജിക്കായിട്ട് പിന്നീട് അവർക്ക് ഇനിയുള്ള ഒരു എവല്യൂഷൻ മരങ്ങളാവാനേ പറ്റുള്ളൂ. കാരണം ഇങ്ങനെ ഈ ഭക്ഷണം കഴിച്ച് അവിടെ ഇരുന്ന് ഒന്നും ചെയ്യാതെ, ഒരു പണിയെടുക്കാതെ ഈ അലസന്മാരെ, അയുക്ത, ഒരു കാര്യം പ്രോപ്പറായി ചെയ്യുക. അയുക്ത എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നോക്കൂ, നിങ്ങളിപ്പോ ഒരു ഉദ്യോഗസ്ഥന്റെ അടുത്ത് നിങ്ങളുടെ ഒരു പ്രോബ്ലം പരിഹരിക്കാനല്ല അവർ ശ്രമിക്കുന്നത്, എങ്ങനെ അതിനെ ഒരു പ്രോബ്ലം കണ്ടെത്തി നിങ്ങളെ ഡിസ്കറേജ് ചെയ്യാൻ പറ്റും നോക്കുന്ന. മനസ്സിലാവുണ്ടല്ലോ? ഒരാളെ ഹെൽപ്പ് ഔട്ട് ചെയ്യണമെന്നല്ല, ഒരാളെ എങ്ങനെ വാഷ് ഔട്ട് ചെയ്യണമെന്നാണ് അവർ നോക്കുന്നത്. ഒരാളുടെ ജീവിതത്തിൽ ഒരു ഹെൽപ്പ് ചെയ്തിട്ട് അയാളൊന്ന് ഉയർത്തിക്കൊണ്ട് ആ തരത്തിൽ ചിന്തിക്കും. അവരെ അയുക്തന്മാരും ഉണ്ടോ? അങ്ങനെ ആളുകൾ കമൺ ഡിസ്കറേജ് ചെയ്യുന്ന, ഒരു തരത്തിലും നല്ല രീതിയിൽ ജോലി ചെയ്യാത്ത, എന്നാൽ ചെയ്യിപ്പിക്കുകയില്ല. പ്രാകൃത ഒന്നുകൂടി നല്ലതാണ്. പ്രാകൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അർത്ഥം പ്രാകൃത വേഷമുണ്ട്, അതൊരു ഭാഗത്ത്. അതിനേക്കാൾ ഉപരി പ്രാകൃതം എന്ന് പറഞ്ഞാൽ ഒട്ടും പറഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു വൃത്തിയായ ഒരു കാര്യം ചെയ്യില്ല. ഞാൻ നേരത്തെ പറഞ്ഞ എന്താ പറയാ, അയുക്തം എന്ന് പറഞ്ഞാൽ യുക്തിപൂർവ്വം മനസ്സിലാക്കി ചെയ്യില്ല. മറ്റത് ഒരു കുറച്ചുകൂടി മനസ്സിലാക്കി ചെയ്യില്ല, വൃത്തിയായി ചെയ്യില്ല. സ്തബ്ധ എന്നാലോ വളരെ ഞാൻ സ്തബ്ധനാണ്. ഒരിക്കൽ ഗവൺമെന്റിന്റെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പിരിച്ചുവിടാൻ എന്താ പറയാ അറിയോ, എന്നെ പ്രസിഡന്റിന് പോലും പിരിച്ചുവിടാൻ പറ്റിയാണ്. ഈ തരത്തിലുള്ള ഒരു ധാർഷ്ട്യവും പറഞ്ഞത് തന്നെ
മറ്റുള്ളവരെ തോൽപ്പിച്ചുകൊണ്ട് വാദിച്ചുകൊണ്ട് നൈഷ്കൃതികന്മാരായിട്ട്, അലസന്മാരായിട്ട്. നൈഷ്കൃതികൻ എന്ന് പറഞ്ഞാല് മറ്റുള്ളവരുടെ പണി പോലും ഡിസ്റ്റർബ് ചെയ്യുന്ന, താനോ ചെയ്യില്ല മറ്റുള്ളവരെ ചെയ്യാൻ അനുവദിക്കാതെ, മറ്റുള്ളവരെ പോലും പിന്തിരിപ്പിക്കുന്ന ഈ തരത്തിൽ വിഷാദി. എപ്പോഴും വിഷാദം മനസ്സിലെപ്പോഴും. വിഷാദി എന്ന് പറഞ്ഞാൽ വിഷമം എന്നല്ല. വിഷാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ലോവർ മൈൻഡ് കൊണ്ട് നടക്കുന്ന, ഈ കുറ്റവും കുറവും മാത്രം പറഞ്ഞ് നടക്കുന്ന ദീർഘസൂത്രി. അവരവന്റെ പ്രവർത്തികൾ എത്രത്തോളം ഡിലേ ആക്കാൻ പറ്റുമോ അത്ര ഡിലേ ആക്കുന്ന ആളുകളെയാണ് താമസപരികീർത്തിത. അവരാരാണ്? മനസ്സിലായില്ലേ? ഈ തരത്തിൽ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഒരാൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട്, വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട്, ഡിവോഷനില് ഒരു കാര്യം ചെയ്ത് ഒരു സ്ഥാപനം നന്നാക്കണം, ഞാൻ ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻ നന്നാക്കണം, എനിക്കൊരു ജോലി കിട്ടിയിരിക്കുകയാണ് എന്നുള്ള ആറ്റിറ്റ്യൂഡിനേക്കാൾ ഉപരി എങ്ങനെ ഇത് ചെയ്യാതിരിക്കാം, എങ്ങനെ മറ്റുള്ളവരുടെ പോലും എനർജി പുൾ ചെയ്തിട്ട് ആർക്കെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുന്നതിന് പകരം അവരെ മാക്സിമം ദ്രോഹിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു കാര്യം ഭംഗിയായിട്ട് ചെയ്യാൻ മനസ്സില്ലാത്ത ആ തരത്തിലുള്ള ആളുകളെയാണ് എന്ത് പറയുക? താമസപരികൃതം. സത്യം പറഞ്ഞാലല്ലോ, ഇന്ത്യ ഈ ലോകത്തിലായിരുന്നു. ഞാൻ ഈ കാര്യത്തിൽ നരേന്ദ്രമോദിയെ ഏറെ ആദരിക്കുന്നതാണ്. കാരണം അദ്ദേഹം വന്നതിന് ശേഷമാണ് ഫയലുകളെല്ലാം മൂവ് ചെയ്യാൻ തുടങ്ങി. ഈ സെക്രട്ടറിമാരൊക്കെ പണിയെടുക്കാൻ തുടങ്ങിയത് അപ്പോഴാണ്. അതുവരെ അലസന്മാരായിരുന്നു. 5 മണി എന്നുള്ള സമയത്ത് ഇപ്പോഴും ഇത് കാണാം. ഗവൺമെന്റ് ഓഫീസിൽ 5 മണി എന്നുള്ള സമയത്ത് അവർ സ്ഥലം വിട്ടണം ഉണ്ടാവുമോ? പിന്നെ ഒരു കാര്യം അവർ ചെയ്യില്ല. ഇപ്പൊ നിങ്ങൾ ഡൽഹിയിൽ പോയി നോക്കൂ. എനിക്കൊരു ഫയൽ ശരിയാക്കാനുണ്ടായിരുന്നു SCR. എന്നെ 8:30 എനിക്ക് അപ്പോയിന്റ്മെന്റ് തന്നു. രാത്രി, സ്വാമി ക്യാൻ യു കം? യെസ് ഐ ക്യാൻ കം. ഞാൻ ചോദിച്ചു അണ്ടർ സെക്രട്ടറി, ആഫ്റ്റർ 8 o'clock യു ആർ വർക്കിംഗ്. സ്വാമി 10 o'clock ക്യാൻ ലീവ്. ഈ റിപ്പോർട്ട് മുഴുവൻ PM ഓഫീസിലേക്ക് എത്തിക്കണം. അങ്ങനെ സ്ട്രിക്റ്റ് ആക്കി മാറ്റി. കാരണം ആ രീതിയിൽ അവരെ പണിയെടുപ്പിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഇന്ന് അവിടെ എന്തെങ്കിലും ഒരു മൂവ്മെന്റ്, ഫയലുകളൊക്കെ പെട്ടെന്ന് മൂവ് ചെയ്യണം. അതുകൊണ്ട് വർക്കുകളൊക്കെ പ്രോഗ്രസ് നടക്കുന്നു. രാജ്യം പ്രോഗ്രസ് ചെയ്യണമെങ്കിൽ ഫയലുകൾ ഇതങ്ങനെ കെട്ടിക്കിടക്ക. ഇപ്പൊ നമ്മുടെ കോടതികളുണ്ട് കുറെ കെട്ടിക്കിടക്ക, കണ്ടമാനം കേസുകൾ. ഇതൊക്കെ ഒരു മാറ്റം വന്നാൽ മാത്രമേ ഒരു രാജ്യം പ്രോഗ്രസ് ചെയ്യൂ. ഈ തരത്തിൽ കുറെ താമസന്മാരുണ്ടോ? പ്രത്യേകിച്ച് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ഒരുപക്ഷെ പ്രൈവറ്റ് സെക്ടറുകൾ ഇങ്ങനെ വരാൻ കാരണം ഈ താമസന്മാരുള്ളത് കൊണ്ടാണ്. ഈ താമസന്മാരില്ലായിരുന്നെങ്കിൽ ഒരിക്കലും പ്രൈവറ്റ് സെക്ടർ വരേണ്ട കാര്യമില്ലേ. ഈ പ്രൈവറ്റ് സെക്ടറിന് വരുത്തിയത് മുഴുവൻ ആരാണ്? താമസന്മാര്. മനസ്സിലാവേണ്ടതില്ല. അത്തരത്തിലുള്ള താമസ മൈൻഡുള്ളവര് അവര് വളരെ ദീർഘസൂത്രി എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ പ്രൊലോങ് ചെയ്ത് നൈഷ്കൃതികന്മാരെ, മറ്റുള്ളവരെ പോലും പുൾ ഡൗൺ ചെയ്ത് ഒരാളെ പണിയെടുക്കാൻ സമ്മതിക്കില്ല. ഒരു ഉപകാരം മറ്റുള്ളവർക്ക് ചെയ്യുകയില്ല. അങ്ങനെ അയുക്തനായി ഒരു തരത്തിലുള്ള സംസ്കാരവും ഇല്ലാതെ വളരെ താൻ ചെയ്യുന്നതാണ് ശരിയെന്നുള്ള ഷാഠ്യവും പിടിച്ചുകൊണ്ട് അഹങ്കാരത്തിൽ ജീവിക്കുന്ന അത്ര നെഗറ്റീവുള്ള ഒരു മൈൻഡ് സെറ്റുള്ള ആളുകളെയാണ് താമസന്മാർ. ശരിയാണോ ഈ പറഞ്ഞത്? ഈ തരത്തിലുള്ള ആളുകളുണ്ടോ? കമോൺ, നമ്മളൊന്ന് ഓപ്പൺ ആയിട്ട് ചിന്തിച്ചു നോക്കുന്നത്. ഏത് കാലമാണ് വിളിച്ചത്? ഈ സ്കാനിങ് റിപ്പോർട്ട് ഇപ്പൊ ഗവൺമെന്റ് ഓഫീസിലേക്ക് കൊടുത്തതിനൊക്കെ ടിക്ക് ചെയ്ത് വരും. കാരണം അവരൊക്കെ ഓൾമോസ്റ്റ് ഇപ്പം കുറച്ച് കുറവാണെങ്കിലും ഉണ്ട്, കുറയണം ഉണ്ടോ? ആ തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. ഇപ്പൊ സമൂഹത്തിൽ ഇങ്ങനെ 3 തരം കർത്തൃത്വമുള്ളവർ ഏതൊക്കെയാണ്? താമസ ഗുണമുള്ളവരുണ്ട്, രാജസ ഗുണമുള്ളവരുണ്ട്. അപ്പൊ ഈ താമസ ഗുണമുള്ളവന്റെ നേച്ചർ 2ആണ്. അവൻ നന്നായി ചെയ്യില്ല, മറ്റുള്ളവരെ ചെയ്യാൻ ശ്രമിക്കും. ഒന്നുകൂടി ഇത് കഴിയുന്നതും മറ്റുള്ളവരെ ദ്രോഹിക്കുകയും ചെയ്യും, ബുദ്ധിമുട്ടുകയും ചെയ്യും, മെന്റലി ഹരാസ്. അങ്ങനെ ഈ കറപ്റ്റഡ് ആളുകളുണ്ടല്ലോ, അവർ കറപ്റ്റ് ചെയ്യാത്തവരെ വളരെ മെന്റലി ബുദ്ധിമുട്ടിക്കും. അവൻ കറപ്റ്റഡ് അല്ലാത്ത ഒരാൾക്ക് കറപ്റ്റഡ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, വളരെ പ്രയാസം. അപ്പൊ ആ തരത്തിൽ കുറെ ആളുകൾ. പിന്നെ രണ്ടാമത്തെ കൂട്ടർ ആളുകൾ രാജസി ഗുണമുള്ളവരെന്ന് പറയുന്നത് അവർ വളരെ എക്സ്ട്രീമാണ്. എല്ലാം ഒരു എടുത്തു ചാടി ചെയ്യും, ഒന്നും പക്ഷെ പ്രോപ്പർ ആവില്ല. ഒരു എക്സ്ട്രീമിസമാണ്. എല്ലാം ഒരു എക്സൈറ്റ്മെന്റ് ചെയ്യും. എന്നിട്ട് ഇതാണ് ജീവിതം. എപ്പോഴും കണക്കുകൂട്ടലുകളും പ്ലാനിങ്ങുമായിട്ട് തല മുഴുവൻ
ചിന്തകളാണ്. ഒന്നിനും മര്യാദയ്ക്ക് ഫോക്കസ് ചെയ്ത് ലൈഫ് എൻജോയ് ചെയ്യുന്നവരല്ല. അവരുടെ എൻജോയ്മെന്റ് നാളെ എന്തോ കിട്ടിക്കഴിഞ്ഞാൽ, ഫ്യൂച്ചറിൽ എന്റെ എല്ലാ വിഷനും പൂർത്തിക്കഴിഞ്ഞാൽ ഞാൻ അടിപൊളിയാവുന്ന. പക്ഷെ അന്ന് അവൻ അറിയുന്നില്ല, ഇപ്പോഴേ സ്പോയിൽ ചെയ്ത ഒരാൾക്ക് അന്നും ഒരു സ്പോയിൽഡ് മൈൻഡ് മാത്രമേ ഉണ്ടാവൂ. പക്ഷെ എന്നും ഒരേ മൈൻഡ് സെറ്റോടുകൂടി തന്റെ വർക്ക് എൻജോയ് ചെയ്യുന്നു മാത്രമല്ല, അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഗുണവുമുണ്ട്. എന്നാൽ കൂടെയുള്ളവരെ കൈപിടിച്ചുയർത്തിക്കൊണ്ടൊരു പോസിറ്റീവ് എൻവയറമെന്റ് ആക്കി, ഒരു കാം ആൻഡ് പീസ്ഫുൾ അന്തരീക്ഷം ഉണ്ടാക്കി, അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യുന്ന ആ മൈൻഡുള്ള കർത്താക്കളെയാണ് സാത്വിക് കർത്താവ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്തിനാ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഈ സാത്വിക് കർത്തൃത്വത്തിലേക്ക് താമസിക കർത്താവിനെയും രാജസിക കർത്താവിനെയും കൊണ്ടുവരാൻ അവർക്ക് ട്രെയിനിങ് പ്രോഗ്രാം നിരന്തരം കൊടുത്താൽ നമുക്ക് ഈ സാത്വിക് കർത്തൃത്വം ഉള്ളവരെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഏതൊരു ഓർഗനൈസേഷനും ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെയൊക്കെ വീടുകളിൽ നോക്കേണ്ടത്, ഈ കുട്ടികൾ ഏത് ഗുണത്തിലാണോ ആ ഗുണത്തിൽ നിന്നും അവരെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. ഇപ്പൊ നമുക്കറിയാം, കുട്ടികളിൽ മൊബൈൽ അഡിക്ഷൻ വളരെ കൂടിയിരിക്കുന്ന കാലമാണ്. ഈ മൊബൈൽ അഡിക്ഷനിൽ നിന്നും കുട്ടികളെ എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരണം? അപ്പൊ നമുക്ക് ഈ ഗീത പ്രോഗ്രാം കഴിയുന്നതിന് മുമ്പ് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കണം. നമ്മുടെ ഇവിടുത്തെ ഒരു ഗീത ഉത്സവത്തിന്റെ ഒരു വിഷൻ, അതായത് കുട്ടികളെ ഈ ഒരു മൊബൈൽ അഡിക്ഷൻ, മൊബൈൽ വേണം, കാരണം മൊബൈൽ ഇല്ലാതെ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റും. കാരണം പല ഹോംവർക്കുകളും ടീച്ചർമാരുടെ കുറെ കാര്യങ്ങളൊക്കെ, വർക്ക് ഷെഡ്യൂളുകളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നത് മൊബൈലിലൂടെയാണ്.